പറ്റി പറയാനാണെങ്കിൽ ജിത്തുവിന്റെ പടമാണ്, അതിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ കഴിഞ്ഞ 2 പടം വലതുവശത്തെ കള്ളനായാലും മിറാശാണേലും കുറച്ച് ശോകമായതുകൊണ്ട് അതിലൊരു പ്രതീക്ഷ കുറവുണ്ട്. പക്ഷെ ഈ ഫ്രാഞ്ചൈസ് നിർത്തണ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എക്സ്പെക്ടേഷൻ രീതി തന്നെ എത്തുന്നുണ്ട്. പുള്ളി തന്നെ സ്ക്രിപ്റ്റ് എഴുതിയേക്കണം. പിന്നെ എന്തുകൊണ്ടും പ്രതീക്ഷ ലോ ഹൈപ്പ് ഓൺലി ഹോപ്പ് എന്നുള്ള രീതിയിലാണ് സിറ്റുവേഷനാണ് ഉള്ളത്. പിന്നെ വേറെ എക്കാലത്തെ എല്ലാ റെക്കോർഡുകളും റെക്കോർഡൊക്കെ തൂക്കണമെങ്കിൽ പോസിറ്റീവ് തന്നെ വേണ്ട. പിന്നെ ഒരു മോഹൻലാൽ പടമാണ്, ഒരു പോസിറ്റീവ് മാത്രം കിട്ടിയാൽ മതി, ബോക്സ് ഓഫീസിന് തീയിട്ടിട്ടാ പോകും. മോഹൻലാൽ പടത്തിൻ്റെതായ എല്ലാ ഒരു പരിപാടികളും ഉണ്ട്, എന്നാലും പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ വെക്കാന്നേ ഉള്ളൂ. തൂക്കും. ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അറിയാലോ അവസ്ഥ. പ്രതീക്ഷിക്കേണ്ടെന്ന് അതിന്റെ ഡയറക്ടറും പറഞ്ഞു, ജിത്തു ജോസഫ് സാറും പറഞ്ഞു. പടത്തിനെ പറ്റി വല്ലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് ലാലേട്ടറും പറഞ്ഞു. നമ്മള് 0 എക്സ്പെക്ടേഷനിൽ കാണുക, പടം എൻജോയ് ചെയ്യാം. 500 കൂടി ഉറപ്പാണ്. ലാലേട്ടൻ തൂക്കും. എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ആക്ഷൻ പടം ഒന്നും അല്ല, ഒരു അറിയാലോ സസ്പെൻസ് ത്രില്ലറാണ്. ജിത്തു ജോസഫ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൃശ്യം 2 നമ്മൾ കണ്ടല്ലോ സംഭവിച്ചത്. അല്ല, നമുക്ക് ദൃശ്യം 3 പ്രതീക്ഷിക്കാം. ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ പടങ്ങളൊക്കെ വലതുവശത്തുകൾ അത്ര നന്നായിട്ട് പോയില്ല, എന്നാലും പക്ഷെ ദൃശ്യല്ലേ, എന്തായാലും നല്ല നല്ല പ്രതീക്ഷയുണ്ട്. ഒരു ആക്ഷനും കൂടി ഉണ്ട് ഈ പടം തകർക്കും. എന്തായാലും പോലീസുകാരായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടും നമുക്ക് പ്രതീക്ഷിക്കാലോ. പിന്നെ എന്തായാലും പടം എന്തായാലും തൂക്കും. ലാലേട്ട് തൂക്കിയിരിക്കും. തുടരിന്റെ ശേഷം അടുത്ത് തൂക്കും. ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കൂടുതൽ പ്രതീക്ഷയാണ്. ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ഒരു പടം നമുക്ക് തിയേറ്ററിൽ കത്തിക്കാൻ പറ്റി, അതും ദൃശ്യം പോലുള്ള പടം കിട്ടിയാൽ നമുക്കൊരു ഇതാണ്. സെക്കൻഡ് നമുക്ക് OTT കിട്ടിയ, അപ്പോൾ തിയേറ്ററിൽ കത്തിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമുക്ക് ലാലേട്ടന്റെ കിട്ടിയത്. അപ്പൊ പടം എന്തായാലും ലാലേട്ടൻ തൂക്കും, അതൊരു പ്രതീക്ഷ. ജോസഫിന്റെ കഴിഞ്ഞ പടം അത്ര നന്നായിട്ടല്ല പോയത്, സസ്പെൻസ് ത്രില്ലർ കണ്ടായിരുന്നല്ലോ. അത് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ലാലേട്ടൻ ദൃശ്യം പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്, ഫാമിലി പാറ്റേണിലെ. പിന്നെ ലാലേട്ടന്റെ ഒരു ആക്ടിങ്ങും അതാകുമ്പോൾ നമുക്കൊരു കഥയുടെ ഇതുണ്ടല്ലോ, അതിന്റെ കിട്ടുന്ന എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ലാലേട്ടൻ എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഇതുണ്ട്, ഒരു ഫയർ ഉണ്ട്, അതെന്തായാലും കിട്ടും. മലയാളത്തിന്റെ ഒരു ആദ്യ 500 കോടിക്ക് ഒരു ചാൻസ് ഉണ്ടോ? പ്രതീക്ഷിക്കാം. ഇപ്പൊ തന്നെ പ്രീസെയിൽ ഒരു 30 കോടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വർഷം എന്തായാലും ഒരു ലാലേട്ടൻ തന്നെയാണ് ഒരു 500 കോടിയുള്ള ഇതുണ്ട്. പിന്നെ അപ്പൊ മറ്റു ഭാഷയിലും ദൃശ്യത്തിന്റെ ഇത് കിട്ടല്ലോ. അപ്പൊ എന്തായാലും 500 കോടി നമുക്ക് പ്രതീക്ഷിക്കാം.